ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റാഗി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന വീഡിയോയിലേക്ക് പോകാം. റാഗി കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റാഗി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 തവണ ഇത് അരിച്ചെടുക്കാം. ഇത് എല്ലാം ഒരേപോലെ ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 2 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ജാറിലേക്ക് 3 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു റോബസ്റ്റ പഴവും കൂടി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായ വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ 1 അച്ച് വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയതും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായി നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ബീറ്ററുള്ളവർ മുട്ട ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 4 ഈത്തപ്പഴം ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതാ പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മേലേക്ക്. അത് നിർബന്ധമൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ബേക്ക് ചെയ്യാം. ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള ഏത് പാത്രമായാലും മതി. അപ്പോൾ ഇത് നല്ലതുപോലെ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഈ കേക്ക് ഒരു ദിവസം മാത്രമേ എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ. 1 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്നു നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം, ഇതിൻ്റെ ഉള്ളെല്ലാം വെന്തിനോ നോക്കാം. ഇപ്പോൾ ഇതാ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വന്നു ഇത് ബേക്കായി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കേക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് തട്ടിയെടുക്കണം. അപ്പോൾ ഇതാ കേക്കെല്ലാം നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് മുറിച്ചെടുക്കാം. നമ്മുടെ കേക്കെല്ലാം നന്നായി വന്നിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.